വെൽക്കം സ്റ്റുഡൻസ്. ജോഗ്രഫിയിലെ സീസൺസ് ആൻഡ് ടൈം എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ നമ്മുടെ 4ാമത്തെ ക്ലാസ്സാണ് ആരംഭിക്കുന്നത്. എസ് കെ പൊറ്റക്കാടിൻ്റെ ഇൻ ദി ലാൻഡ് ഓഫ് മിഡ് നൈറ്റ് സൺ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് പരിഭാഷയാണ്. പാതിരാസൂര്യൻ്റെ നാട്ടിൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു യാത്രാ വിവരണത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഈ കൊടുത്തിരിക്കുന്നത്. റൊട്ടേഷൻ ആൻഡ് കാൽക്കുലേഷൻ ഓഫ് ടൈം, സമയനിർണ്ണയവും ഭ്രമണവും ശ്രദ്ധിക്കുക. I looked at the clock. It was showing 12. The air hostess announced that we should set all our watches back by 5.5 hours. As per our watches, it was 5:30 Indian Standard Time. One could say the aircraft was flying towards the west, literally swallowing our Indian Standard Time. We had to turn back the hands of our watches every now and then accordingly. ട്രാൻസ്ലേറ്റഡ് ഫ്രം എസ് കെ പൊറ്റക്കാട്സ് പാതിരാസൂര്യൻ്റെ നാട്ടിൽ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണമാണ്. അദ്ദേഹം ഒരു യാത്രാ വിവരണം എഴുതുന്ന ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു. ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ ഒരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഭൂലോകത്തിൻ്റെ വടക്കേ അറ്റത്തെ ഫിൻലാൻഡ് എന്ന് പറഞ്ഞ രാജ്യത്തെ അദ്ദേഹം നടത്തിയ ഒരു യാത്രാ വിവരണം. അവിടെ നിന്നും ഇന്ത്യയിലേക്ക് തിരികെ വരുമ്പോൾ ഉണ്ടായൊരു സംഭവം. അദ്ദേഹം ക്ലോക്കിൽ നോക്കുന്നു, 12 മണിയാണ്. എയർ ഹോസ്റ്റസ് പറയുന്നു എല്ലാവരും അവരുടെ വാച്ചിൻ്റെ സമയം എന്താണ് 5.5 മണിക്കൂർ പിന്നോട്ടാക്കി വെക്കണമെന്ന്. Air hostess announced that we should set all our watches back by 5.5 hours. As per our watches, it was 5:30 Indian Standard Time. അപ്പോൾ ഇന്ത്യയുടെ ഫിൻലാൻഡിൽ നിന്നും അവർ പുറപ്പെട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കിനും എന്താണ് 5.5 മണിക്കൂർ സമയവ്യത്യാസം ഉണ്ടായിരിക്കുന്നു. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അറിയാം എന്താണ് പെട്ടെന്നുള്ള യാത്രയായിരിക്കും. അപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്നല്ല പറഞ്ഞത്, എന്നാലും ഈസിയസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ്. One could say that the aircraft was flying towards the west. അപ്പോൾ വെസ്റ്റിലേക്ക് പോകുന്ന ഒരു ഇതാണ്, വെസ്റ്റിലേക്കാണ് യാത്ര. ലിറ്ററലി swallowing our Indian Standard Time. അപ്പം നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തെ വിഴുങ്ങിക്കൊണ്ടുള്ള യാത്ര. We had to turn back the hands of our watches every now and then accordingly. എപ്പോഴും ആ വാച്ചിൻ്റെ സമയം ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കേണ്ടി വന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ പറയാറുണ്ടല്ലേ, അപ്പോൾ ഗൾഫിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ സമയം, ഇപ്പോൾ ഇവിടുത്തെ സമയമല്ലല്ലോ, അവിടുത്തെ സമയം ഇത്തിരി വ്യത്യാസം കാണും, നേരിയ വ്യത്യാസം കാണും, ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഓസ്ട്രേലിയയിലാണെങ്കിലും വ്യത്യാസം ഉണ്ടാവും, അല്ലെ കാനഡയിലാണെങ്കിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം എന്താണ്? അതൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. In ancient period, time was calculated based on the apex position of the sun and the length of the shadow cast by it. When the sun is vertically overhead, it's noon. അതായത് പ്രാചീന കാലങ്ങളിൽ സമയം നിർണ്ണയിച്ചിരുന്നതെന്ന് വെച്ചാൽ സൂര്യൻ്റെ ഉച്ചസ്ഥാനം നോക്കിയിട്ടായിരുന്നു. പിന്നെ നിഴൽ. അപ്പോൾ സൂര്യൻ നട്ടുച്ച സമയമാകുമ്പോഴത്തേക്കിന് നമ്മുടെ ഉച്ചയ്ക്ക് മുകളിൽ വരുന്ന അപ്പോഴാണ് നട്ടുച്ച എന്ന് പറഞ്ഞിരുന്നത്. Thus the time estimated at each place based on the position of the sun is termed as the local ടൈം. അപ്പോൾ എന്താണ് പ്രാദേശിക സമയം എന്നാണ് പറയുന്നത്? സൂര്യൻ്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണ്ണയിക്കുന്ന സമയത്തെയാണ് പ്രാദേശിക സമയമെന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. സൂര്യൻ്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണ്ണയിക്കുന്ന സമയത്തെയാണ് പ്രാദേശിക സമയമെന്ന് പറയുന്നത്. വാട്ട് ഈസ് ലോക്കൽ ടൈം എന്നത് എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അത് പഠിച്ചോണം. ഈസ് ദി ലോക്കൽ ടൈം ഇൻ ഓൾ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ദി സെയിം? അപ്പം നിങ്ങളിപ്പം ഈ ചോദ്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ലോക്കൽ ടൈം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഒരേപോലെ ആണോ? ഉത്തരം മനസ്സിൽ കണ്ടുവെക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ ഹാർഡ്ഷിപ്സ് ഇഫ് ദർ ആർ സെവറൽ ലോക്കൽ ടൈംസ് ഇൻ എ കൺട്രി? അപ്പം നമുക്ക് ലോക്കൽ ടൈം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഒരേപോലെ അല്ലേ? അപ്പം എന്താണ് ഈ ലോക്കൽ ടൈം ഒരേപോലെ അല്ല എങ്കിൽ വരുന്ന ബുദ്ധിമുട്ട്? ഇപ്പം നമ്മൾ ഇന്ത്യയുടെ കാര്യം നോക്കുക. ഇന്ത്യക്ക് ഒരു സ്റ്റാൻഡേർഡ് ടൈം ഇല്ല, പല സമയമാണ്. ഓരോ പ്രദേശത്തും പല സമയവുമാണെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും? ഒന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത് cannot prepare a railway timetable applicable throughout the country. നമുക്ക് രാജ്യത്തുടനീളം കൊടുക്കാൻ പറ്റിയ ഒരു റെയിൽവേ ടൈം ടേബിൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല.
പിന്നെ കനോട്ട് ഗീവ് അനൗൺസ്മെൻറ്റ്സ് അബൌട്ട് റേഡിയോ പ്രോഗ്രാമുകളെ കുറിച്ച് നമുക്ക് ഇന്ത്യയിൽ ഇന്ന സമയം എന്ന് പറഞ്ഞൊരു അനൗൺസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെയാണെങ്കിൽ സ്പോർട്സ് പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോഴും അതും ഇന്ത്യയിൽ ഇന്ന സമയത്താണെന്ന് പറഞ്ഞ് നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ പറയുമല്ലോ ഇന്ത്യയിൽ ഇന്ന സമയത്ത് നമുക്ക് സൂര്യഗ്രഹണം ഇത്ര സമയത്തായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്, അത് ഇന്ന പ്രദേശത്ത് കാണാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജനറലി പറയണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്ര സമയത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങളെല്ലാവരും നോക്കണം എന്നൊക്കെ പറയാറല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ലേറ്റർ ഓൺ ദി കാൽക്കുലേഷൻ ഓഫ് ടൈം ബിക്കം മോർ സയൻറ്റിഫിക് ആൻഡ് ആക്യുറേറ്റ്. ലെറ്റ്സ് ഗോ ഇൻ ടു ദി ഡീറ്റെയിൽസ് ഓഫ് ടൈം കാൽക്കുലേഷൻ. പിന്നീട് അങ്ങോട്ട് പ്രാചീന കാലത്തെക്കാട്ടിലും കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് സമയത്തിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വളരെ സയൻറ്റിഫിക്കായി, വളരെ ആക്യുറേറ്റുമായി, കൃത്യവുമായി. യു നോ ദാറ്റ് ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ് വൈൽ ഇറ്റ് റിവോൾവ്സ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ ഏകദേശം ഒരു 5ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണിത്. എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് വൈൽ ഇറ്റ്സ് റിവോൾവ്സ്. അതായത് ഭ്രമണം ചെയ്യുന്നതിനൊപ്പം തന്നെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ പരിക്രമണവും ചെയ്യുന്നുണ്ട് എന്നുള്ള വസ്തുത നമ്മൾക്ക് അറിയാവുന്നതാണ്. യു ഹാവ് ഓൾസോ ലേൺഡ് ദാറ്റ് ദ ഡേ ആൻഡ് നൈറ്റ് ഒക്കോ ഡ്യൂ ടു ദി റൊട്ടേഷൻ. അപ്പോൾ ഈ റൊട്ടേഷൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഡേ ആൻഡ് നൈറ്റ് കിട്ടുന്നത്. ലുക്ക് അറ്റ് സം ഫാക്ട് അസോസിയേറ്റഡ് വിത്ത് റൊട്ടേഷൻ. അപ്പോൾ റൊട്ടേഷനെ ആധാരമാക്കി ചില വസ്തുതകൾ നമുക്ക് നോക്കാം. ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. അവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നുണ്ടോ, ഒരു ഗ്ലോബിൻ്റെ ചിത്രം. ഭൂമിയുടെ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ് നമ്മുടെ ഭൂമി ഭ്രമണം ചെയ്യുന്നത്, അതായത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട്. ഇനി നിങ്ങൾക്ക് ഓർക്കാനായിട്ട് എളുപ്പത്തിൽ ഞാൻ പറയാം. ഈ പടിഞ്ഞാറും കിഴക്കുമൊക്കെ ചിലർക്ക് ഓർമ്മ നിൽക്കില്ല. അപ്പോൾ ഇത് പടിഞ്ഞാറിൻ്റെ ഇത് പകയെന്നോർത്താൽ മതി. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയംകാരാണെങ്കിൽ WE വെസ്റ്റ് അങ്ങനെ ഓർത്താൽ മതി. അപ്പം സൂര്യൻ കറങ്ങുന്നത് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക്, പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓർക്കാം. ഞാൻ ഓർക്കുന്ന രീതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഫിഗർ 1.10 കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ടേക്സ് 24 hours ടു കംപ്ലീറ്റ് 1 റൊട്ടേഷൻ. അപ്പോൾ ഭൂമിയുടെ ആ ഒരു ഫുൾ ഭ്രമണം അതിന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെടുക്കുന്നത് 24 മണിക്കൂറാണ്. ആസ് ദി എർത്ത് റൊട്ടേറ്റ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. അതായത് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് സൺ റൈസ് ചെയ്യുന്നത് ഈസ്റ്റിലായിരിക്കും. മനസ്സിലായോ? അതങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണല്ലോ കറങ്ങുന്നത്. വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ് കറങ്ങി വരുന്നത്. അപ്പോൾ അത് എവിടെയാണോ ഇത് സൂര്യനെ ഇത് ഫസ്റ്റ് ഫേസ് ചെയ്യുന്നത്, ആ ഫസ്റ്റ് ഫേസ് ചെയ്യുന്ന ഭാഗം അവിടെ ആയിരിക്കും സൺഷൈൻ കൂടുതലൊക്കെ കിട്ടുന്നത്. അതുകൊണ്ടിട്ട് എന്താണ് സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ദ പീപ്പിൾ ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ക്യാൻ സീ ദി സൺറൈസ് ഫസ്റ്റ്. അപ്പോൾ സൂര്യനെ ആദ്യം സൂര്യൻ ഉദിക്കുന്ന ഏത് സംസ്ഥാനത്തിലാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഭൂമിയുടെ സൂര്യനെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഭാഗം ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് അങ്ങനെയും നമുക്ക് പറയാം. അപ്പോൾ അരുണാചൽ പ്രദേശാണ്. ദ ആംഗുലാർ ഡിസ്റ്റൻസ് ഓഫ് ദ എർത്ത് ഈസ് 360 ഡിഗ്രി. അതായത് ഭൂമിയുടെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. We will get 360 longitudes if we draw one longitude each for each degrees of the angular distance. The time required to complete a 360 degree rotation is 24 hours. നമ്മളപ്പോൾ ഒരു ലോഞ്ചിറ്റ്യൂഡിൽ ഒരു 360 ഡിഗ്രി നമ്മൾ ഈ ആംഗുലാർ ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് 360 ലൈൻസ് ലോഞ്ചിറ്റ്യൂഡ്സ് വരയ്ക്കാനായിട്ട് സാധിക്കും ഓരോ ഡിഗ്രിക്കും. 1 longitude each for each degree of the angular distance. The time required to complete a 360 degree rotation is 24 hours. ഒരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ മൊത്തം വേണ്ടത് 24 മണിക്കൂറാണ്. ഞാനിവിടെ ഒരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്, നോക്കുക. ഇത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഭൂമി ഭ്രമണം ചെയ്യുന്നതിൻ്റെ ഒരു
പരിക്രമണം ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് ഇങ്ങനെ തന്നെ ഇതിൻ്റെ ഈ ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ തന്നെ ആക്സിസിൽ തന്നെ അത് അങ്ങനെ പരിക്രമണം ചെയ്യുന്നു. അങ്ങനെ ഈ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഇങ്ങനെ ഇത് പരിക്രമണം ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതെന്താണ്, ഇതിൻ്റെ ഈ ദീർഘവൃത്താകാര രീതിയിൽ ഇത് ഭ്രമണവും കൂടി ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഏത് ഭാഗത്താണ്, ഭൂമിയുടെ ഏത് ഭാഗത്താണോ സൂര്യൻ അഭിമുഖീകരിക്കുന്നത്, ആ സൂര്യൻ അഭിമുഖീകരിക്കുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയുമായിരിക്കും. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ഇവിടെ നോക്കുക, ഞാനൊരു ഇത് ഇത്ര വട്ടമൊന്നും കറക്റ്റ് അല്ല, എന്നാലും നിങ്ങൾ നോക്കുക. ഇങ്ങനെ നമ്മളൊരു ഗ്ലോബിൻ്റെ ഒരു ഇത് വരയ്ക്കുകയാണ്, വട്ടം വരയ്ക്കുകയാണ്. നമ്മൾ ഗ്ലോബ്സിൽ കാണുന്ന ലൈനാണിത്. ഒരു ആംഗുലാർ ഡിസ്റ്റൻസ് നമ്മളിങ്ങനെ താഴോട്ട് വരയ്ക്കുന്നതിനാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഓരോ ലോഞ്ചിറ്റ്യൂഡ് വരയ്ക്കുമ്പോൾ നമുക്കൊരു 360 എണ്ണം വരയ്ക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. താഴോട്ടുള്ളത് ലോഞ്ചിറ്റ്യൂഡും പിന്നെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സൈഡിലേക്ക് വരയ്ക്കുന്നത് ലാറ്റിറ്റ്യൂഡ്സും ആണ്. ഇത് ലോഞ്ചിറ്റ്യൂഡ്സ്, ഇത് ലാറ്റിറ്റ്യൂഡ്സ്. മനസ്സിലായല്ലോ? ഇനി നോക്കുക. The angular distance of the earth is 360 degree. We will get 360 degree longitudes if we draw one longitude for each degree of the angular distance. The time required to complete a 360 degree rotation is 24 hours. അപ്പം ഒരു ഫുള്ള് ഭൂമി ഒന്ന് റിവോൾവ് ചെയ്ത് വരണമെങ്കിൽ നമുക്ക് എന്താണ് 24 മണിക്കൂർ സമയമാണ് വേണ്ടത്. ഒക്കെ നമുക്കറിയാം. ഇനി നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഈ സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പഠിക്കാൻ പോകുന്നതിൻ്റെ സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓൺ കൺവേർട്ടിങ് 24 hours into minute, 24 മണിക്കൂറിനെ നമ്മൾ മിനിറ്റുകളാക്കാൻ പോവാണ്. അപ്പോൾ നോക്കുക, 24 മണിക്കൂർ നമ്മൾ മിനിറ്റുകളാക്കുമ്പോൾ 24, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ് അല്ലേ. 24 × 60 = 1440 മിനിറ്റുകളാണ് നമുക്കൊരു ദിവസമുള്ളത്. ദാറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീഷൻ ഓഫ് വൺ റൊട്ടേഷൻ. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എത്ര മിനിറ്റ് വേണം? 24 മണിക്കൂർ എന്ന് പറയുന്നത് 1440 മിനിറ്റുകളാണ്. The time required for the earth to complete the rotation of 1 degree longitude is. അപ്പോൾ ഒരു ഡിഗ്രി തിരിയാനായിട്ട് എത്ര സമയമാണ് വേണ്ടതെന്ന് അപ്പോൾ നോക്കാം. ഒരു ഡിഗ്രി തിരിയാനായിട്ട് 1440നെ നമ്മൾ 360 ലോഞ്ചിറ്റ്യൂഡ്സ് നമുക്ക് വരയ്ക്കാമെന്ന് പറഞ്ഞില്ലേ. ആ 1440നെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 മിനിറ്റാണ്. ദാറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ദ എർത്ത് ടു കംപ്ലീറ്റ് ദ റൊട്ടേഷൻ ഓഫ് 1 degree ലോഞ്ചിറ്റ്യൂഡ്. ഒരു ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് തിരിയുമ്പോഴത്തേക്കിനും 4 മിനിറ്റാണ് നമുക്ക് ആവുന്നത്. അതും മനസ്സിലായി ഇല്ലേ? ഒന്നുകൂടെ പറയാം. ഓൺ കൺവേർട്ടിങ് 24 hours into minute, 24 × 60, that is 60 seconds, is equal to 1440 minutes. That is the time required for the completion of one rotation is equal to 1440 അല്ലേ. 1440 minutes. The time required for the earth to complete the rotation of 1 degree. ഒരു ഡിഗ്രി തിരിയാനായിട്ട് വേണ്ടത് എത്രയാണ്? ലോഞ്ചിറ്റ്യൂഡിന് 4 മിനിറ്റാണ് വേണ്ടത്. അതെങ്ങനെ കിട്ടി? 1440 ഡിവൈഡഡ് ബൈ 360. 360 എന്താണ്? 360 എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ച ആംഗുലാർ ഡിസ്റ്റൻസിൽ നിന്നും നമ്മൾ വരയ്ക്കുന്ന ആ ലോഞ്ചിറ്റ്യൂഡിൻ്റെ നമ്പറാണ് 360. ഇനി that is the time required for the rotation of 15 degree longitudinal area. അപ്പോൾ ഒരു 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ ഏരിയ തിരിയാനായിട്ട് നമുക്ക് വേണ്ടത് 15 × 4 = 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ. ഇനി ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പം നമ്മളൊരു ആംഗിൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇത് 15 ഡിഗ്രി എന്ന് പറയുന്നത് ഇത് ഇവിടെ നിന്നും ഇവിടം വരെ ഒരു 15 ഡിഗ്രിയാണെന്ന് കരുതുക. ഈ 15 ഡിഗ്രി തിരിയാനായിട്ട്, അതായത് ഭൂമിക്ക് ഒരു 15 ഡിഗ്രി തിരിയാനായിട്ട് വേണ്ടത് എത്ര മിനിറ്റാണ്, എത്ര മണിക്കൂറാണ്? 1 മണിക്കൂറാണ് വേണ്ടത്. അപ്പോൾ 15 എന്ന് പറയുമ്പോൾ നമ്മൾ വരച്ച് പോകുമ്പോഴത്തേക്കിനും നമ്മളിപ്പോൾ ഒരു വര ഇങ്ങനെ വരയ്ക്കുകയാണ്. ഒരു വര നമ്മൾ വരച്ചു. അപ്പോൾ നമ്മളിവിടെ 15 ഡിഗ്രി അല്ല, ഒരു
ഇത് ലോഞ്ചിറ്റ്യൂഡ് ഒരു 15 ഡിഗ്രി തിരിയാണ്ട് നമുക്ക് 1 മണിക്കൂർ വേണം എന്ന് പറഞ്ഞു. 1 മണിക്കൂർ. അടുത്തത് നമ്മൾ കണക്കാക്കുന്നത് ഇവിടം വരുമ്പോൾ 30 നമ്മൾ എഴുതുകയാണ്. ഇപ്പോൾ 2 മണിക്കൂർ. അപ്പം ഇപ്പോൾ ഇവിടെ ഈ ഡിഗ്രിയിൽ ഈ 15 ഡിഗ്രിയുടെ ഇവിടെ ഈ ലാറ്റിറ്റ്യൂഡിൻ്റെ ഇവിടെ 1 മണിയാണെങ്കിൽ അടുത്ത ഇവിടെ വരുമ്പോഴത്തേക്കിനും അത് 2 മണിയായി. പിന്നെ ഇവിടെ 3, ഇവിടെ അടുത്തതെന്ന് വെച്ചാൽ 45 ആവും. ആ 45 ഡിഗ്രിയിൽ വരുമ്പം 3 മണിയാവും. പിന്നെ 4, 5 അങ്ങനെ ഓരോ 15 ഡിഗ്രിക്ക് നമ്മൾ കൂട്ടി പോകും. അങ്ങനെ കൂട്ടി പോകുന്ന സമയത്ത് ഇതിപ്പം ഇത് വെസ്റ്റാണ്, ഇത് ഈസ്റ്റാണെന്ന് കരുതുക. വെസ്റ്റും ഈസ്റ്റും റീജിയനാണ്. അപ്പോൾ വെസ്റ്റും ഈസ്റ്റും നമ്മൾ നോക്കുമ്പോൾ നമ്മളങ്ങനെ തിരിഞ്ഞ് പോകുമ്പോഴത്തേക്കിനും ഈ നമ്മൾ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കാണ് വെസ്റ്റിലേക്കാണ് യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ 2 മണി, 1 മണി, 12 മണി അങ്ങനെ ഇങ്ങനെ അയാൾക്ക് സമയം കുറഞ്ഞു വരും. പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ഓരോ മണിക്കൂർ കുറഞ്ഞു വരും. നമ്മൾ ഇനി ഈസ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ, കിഴക്കോട്ട് പോവുകയാണെങ്കിൽ ഓരോ മണിക്കൂർ നമുക്ക് കൂടി വരും. അതാണ് നമ്മൾ നേരത്തെ SK പൊറ്റക്കാടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കിനും പറഞ്ഞത്. അത് 12 മണി ആയിരുന്നു. പിന്നീടത് ക്ലോക്ക് 5.5 മണിക്കൂർ പുറകോട്ട് തിരിക്കേണ്ടത് സിറ്റുവേഷൻ വന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അതാണ്. അപ്പോൾ ഇത് മാറ്റാൻ നമുക്ക് ബാക്കി അതൊക്കെ ഇനി വരുന്നുള്ളൂ. എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞതെന്നുള്ളപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. The time required for the rotation of the 15 degree longitudinal area is 15 into 4 is equal to 60 minutes. That is 1 hour. In other words, 50 degree longitudinal area of the earth passes by the sun within a period of 1 hour. ഇനി മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത് എന്നും പറയാം. As the earth rotates from west to east, time advances towards the east and recedes towards the west. അതായത് നമ്മൾ പറഞ്ഞില്ല നേരത്തെ, പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് സൂര്യൻ ഭ്രമണം ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ ഭ്രമണവും പരിക്രമണവും ഒക്കെ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കിനും വെസ്റ്റിലേക്ക് ഈസ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്കിനും ഓരോ മണിക്കൂർ സമയം കൂടി വരികയും, ഇനി വെസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഓരോ മണിക്കൂർ സമയം കുറഞ്ഞു വരികയും ചെയ്യുന്നു. Look at the illustration from a definite longitude. Look at the illustration. നമ്മൾ എക്സാമ്പിൾ കാണിക്കാം. From a definite longitude, the time is estimated to increase by 4 minutes towards the east and decrease by 4 minutes towards the west for every degree of the longitude. നമ്മൾ ഓരോ ലോഞ്ചിറ്റ്യൂഡിൻ്റെ ഓരോ ഡിഗ്രിയും നമ്മളെടുത്ത് വെച്ചത് 0 ഡിഗ്രി. ഇപ്പോൾ 0 ഡിഗ്രി ഇപ്പോൾ 12 നിന്നും 12.4 1 ഡിഗ്രി. ഇപ്പം 1 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ 4 മിനിറ്റ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 12.4 ഇവിടെ 12.4 ഇവിടെ ആകുമ്പോൾ 12 അടുത്ത 2 ഡിഗ്രി ആകുമ്പോൾ 12.8 ആവും. പിന്നെ 12.12 ആവും. അങ്ങനെ ഓരോ 15 ഡിഗ്രി തിരിയുമ്പോഴത്തേക്കിനാണ് ഓരോ മണിക്കൂർ കൂടുന്നത്. ഇവിടെ നോക്കുക, വെസ്റ്റിലേക്ക് പോകുമ്പോൾ 0 ഡിഗ്രിയിൽ നിന്നും വെസ്റ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ 12 ആണ്. അത് 12 കുറഞ്ഞ് 11:56 പിന്നെ 11:52 ആവും. അങ്ങനെ ഓരോ 4 മിനിറ്റ് വെസ്റ്റിലേക്ക് പോകുന്തോറും കുറയും 4 മിനിറ്റ്. അങ്ങനെ ഓരോ 15 ഡിഗ്രി ആകുമ്പോൾ ഓരോ മണിക്കൂർ കുറച്ചായിരിക്കും വെസ്റ്റിലേക്ക് പോകുന്ന ആൾക്ക് അനുഭവപ്പെടുക. ഈസ്റ്റിലേക്ക് പോകുന്ന ആൾക്ക് ഓരോ ഡിഗ്രിയിൽ ഓരോ മണിക്കൂറും കൂടി പോകും. ഇവിടെ 12 noon എന്ന് കാണിച്ചിരിക്കുന്ന അവിടെ 0 ഡിഗ്രി ലൈൻ കാണിച്ചിട്ടുണ്ട്. അത് ഗ്രീനിച്ച് ലൈനാണ്. ആ ഗ്രീനിച്ച് ലൈനിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ സമയം നിർണ്ണയിക്കുന്നത്. ടൈം ഈസ് കാൽക്കുലേറ്റഡ് വേൾഡ് വൈസ് ബേസ്ഡ് ഓൺ ദി ഗ്രീനിച്ച് ലൈൻ. അപ്പോൾ ഗ്രീനിച്ച് ലൈനിൽ നിന്ന് വെസ്റ്റിലോട്ട് ഈസ്റ്റിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ.